Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത്, കാലടി ഗ്രാമപഞ്ചായത്ത്, സാമൂഹ്യാരോഗ്യ കേന്ദ്രം കാലടി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി സൌജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തി. ക്യാൻസർ മുൻകൂട്ടി കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം ജില്ലാ പ്രാരംഭ ക്യാൻസർ കണ്ടെത്തൽ കേന്ദ്രത്തിലെ ഡോക്ടർമാരും ടെക്നീഷ്യന്മാരും അടങ്ങുന്ന ടീമിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. ക്യാമ്പ് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തന്നെ നമുക്കിത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത് നമുക്ക് സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു അസുഖമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം സ്ഥലത്തിലുള്ള ക്യാൻസർ ഒക്കെ ആണെങ്കിൽ എത്രയായാലും ശരി, നമ്മൾ തുടക്കത്തിലാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് സുഖപ്പെടാം. ഒരുപാട് നാളുകൾ നമുക്ക് അത് വന്നാലും നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എനിക്കറിയാം, എൻ്റെ വീടിന് തൊട്ടടുത്തുള്ളൊരു ചേച്ചി, ആ ചേച്ചിക്ക് ഇപ്പോൾ ഒരു 37 വർഷമായി അസുഖം ഉണ്ടായിട്ട്. സത്യത്തിൽ അന്നൊക്കെ നമ്മൾ വളരെ വിരളമായിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള സ്ഥാനാർബുദം എന്നൊക്കെ കേൾക്കുന്നത്. ആ ചേച്ചിക്ക് ഉണ്ടായിട്ട്, സത്യത്തിൽ ആ ചേച്ചിക്ക് ഉണ്ടായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു പേടി വിഷമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആ ചേച്ചി തന്നെ പറഞ്ഞു, എൻ്റെ മക്കളുടെ വേഗം ഒരു കല്യാണമെങ്കിലും എനിക്ക് കഴിച്ച് കാണണമെന്ന് പറഞ്ഞ് ആ ചേച്ചിയുടെ മകളെ 18 വയസ്സായപ്പോഴേക്കും തന്നെ നേരത്തെ തന്നെ കല്യാണം കഴിപ്പിച്ചു. കാലടി CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ ജി അധ്യക്ഷത വഹിച്ചു. എർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെന്റർ എറണാകുളത്തിലെ സൈറ്റോപാത്തോളജിസ്റ്റ് ഡോക്ടർ A ലത ക്യാൻസർ ബോധവൽക്കരണം നടത്തി. ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീ രാജേന്ദ്രൻ CR, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KV ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ഏത് സ്ത്രീകളെ എടുത്താലും എല്ലാവർക്കും തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയിലും മുഴയും തടിപ്പും ഉണ്ടാകും. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തൈറോയ്ഡ് ക്യാൻസർ കൂടുതലാണ്, അതുകൊണ്ട് അതിന് പരിശോധനാ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും തൈറോയിഡിനകത്ത് ക്യാൻസർ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. തൈറോയ്ഡ് ക്യാൻസർ ഇപ്പം ഇതുപോലത്തെ CHC പോലത്തെ അല്ലെ PHC പോലത്തെ പരിശോധനാ കേന്ദ്രങ്ങളിൽ നിങ്ങളൊരു അസുഖമായിട്ട് വരുന്ന ഡോക്ടർമാർ ഇപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ മുഴയും തടിപ്പും അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ അനാലിസിസ് എല്ലാം നടത്തിയതിന് ശേഷം അവർ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുഴയോ തടിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറുടെയൊക്കെ ടെസ്റ്റിന് വിടുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ കണ്ടുപിടിക്കുന്നു നേരത്തേനേക്കാൾ. അതുകൊണ്ട് ആ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ മുഴയോ തടിപ്പോ ഉള്ളവർക്ക് അവിടെ വന്ന് ഞാൻ പരിശോധിച്ചതിന് ശേഷം ടെസ്റ്റുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ അൾട്രാസൗണ്ടോ അല്ലെ എഴുതി തരാം. പരിശോധന ആവശ്യമുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ക്യാമ്പിൽ പഞ്ചായത്തിൽ നിന്നുമായി 80ഓളം പേരെ പരിശോധിച്ചു. കൂടുതൽ പരിശോധന നിർദ്ദേശിച്ചവരുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ധാരാളം ഫണ്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകളും പരിപാടികളും ഉണ്ടാക്കുന്നതിന് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഈ പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്താണെങ്കിൽ ഏർലി ഡിറ്റക്ഷൻ. ഇപ്പം മാഡം നേരത്തെ ക്ലാസ് എടുക്കുമ്പോൾ പറയണ്ടായി, ആദ്യ ദിശയിൽ തന്നെ രോഗം തന്നെ കണ്ടെത്തി ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ എന്നുള്ളത് ഒരു മഹാമാരിയായിട്ട് മാറുന്നില്ല. ആദ്യ ദിശയിൽ തന്നെ കണ്ടെത്തി രോഗത്തെ ചികിത്സിക്കുകയാണെങ്കിൽ ഇതിനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ കഴിയും.